തേവലക്കരയിലെ ആ 8ാം ക്ലാസ്സുകാരൻ മിഥുന് ഓർമ്മയില്ലേ? ചിലപ്പോൾ നിങ്ങൾ മറന്നിട്ടുണ്ടാകും. പക്ഷേ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ആ കുഞ്ഞിനെയും ആ കുടുംബത്തെയും മറന്നില്ല. സഹപാഠിയുടെ ചെരുപ്പെടുക്കാൻ കയറവേ വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേറ്റ് മരിച്ച തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ കുടുംബത്തിന് വീടായി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗമായ കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ആണ് വീട് നിർമ്മിച്ചു നൽകിയത്. 6 മാസം കൊണ്ട് 20 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. വീടിന്റെ താക്കോൽദാനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് തേവലക്കരയിലെ സർക്കാർ സ്കൂളിൽ ചെരുപ്പ് ഷെഡിന്റെ മുകളിൽ വീണപ്പോൾ അതെടുക്കാൻ കയറി തെന്നി ലൈൻ കമ്പിയിൽ പിടിച്ച് ഷോക്കേറ്റ് മിഥുന് ജീവൻ നഷ്ടമായത്. വാർത്തകൾ വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ടു. സർക്കാരിനെ വിമർശനങ്ങൾ കൊണ്ട് മൂടി. എന്നിട്ട് പൊടിയും തട്ടി അടുത്ത വിഷയത്തിന് പിന്നാലെ പോയി. ഇതുവരെ ഈ വീടിനെ സംബന്ധിച്ച് എപ്പോഴെങ്കിലും ഒരിക്കൽ നിങ്ങളൊരു വാർത്ത കേട്ടോ? മിഥുനെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടാകില്ല. കാര്യം പുതിയ പുതിയ ഇരകൾ ഓരോ ദിവസവും വാർത്താ കച്ചവടക്കാരുടെ മുന്നിലേക്ക് വരുമ്പോൾ പഴയതിനെ അവർ ചവച്ചു തുപ്പി കടന്നു പോയിരിക്കും. പക്ഷേ ജനപക്ഷത്ത് നിൽക്കുന്ന സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം കൊടുത്ത വാക്ക് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ വാക്ക് പോലെയല്ലല്ലോ. പറഞ്ഞാൽ ചെയ്തിരിക്കും. ആ ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്ഘാടനമാണ് നിങ്ങൾ കണ്ടത്. മിഥുൻ എന്ന പരിമിതികൾക്ക് നടുവിലുള്ള കുഞ്ഞ്, ഇടിഞ്ഞു വീഴാറായ അവൻ്റെ വീട്, ആ ജീവിത സാഹചര്യത്തിൽ നിന്ന് കുടുംബത്തെ തിരികെ പിടിക്കാൻ സർക്കാർ ഒപ്പം നിന്നു. ഇല്ലായ്മയോടൊപ്പം തന്നെ മിഥുൻ്റെ അപ്രതീക്ഷിത വിയോഗം, ആ കുടുംബത്തിനേൽപ്പിച്ച ആഘാതം, അതിൽ നിന്ന് അവരെ പതിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ സർക്കാരും അവർക്കൊപ്പം നടന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സംഭവമുണ്ടായ സന്ദർഭത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ഭവനം ജൂലൈയിലുണ്ടായ സംഭവത്തിന് 6 മാസത്തിനകം നിർമ്മാണം പൂർത്തീകരിച്ച് കൈമാറിയിരിക്കുന്നത്. കഴിയുമെങ്കിൽ ഈ വീട്ടിലെ മിഥുൻ്റെ അമ്മയ്ക്കോ അച്ഛനോ ആർക്കെങ്കിലും നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലും പരിഗണന കൊടുക്കാൻ വേണ്ടി കഴിയുമെങ്കിൽ ഒരു ജോലിയുടെ കാര്യത്തിൽ ഒരു പരിഗണന കൊടുക്കുന്നതിന് വേണ്ടി ആലോചിക്കണം. പാവപ്പെട്ടവർക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി കടന്നു പോകുന്നതല്ല ഈ സർക്കാർ. അവരുടെ ജീവിതത്തിനൊപ്പമുണ്ടാകും. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കോട്ടങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അതിൽ ഏതെങ്കിലും സംവിധാനത്തിന് പിഴവ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ പഴിച്ചോ അല്ലെങ്കിൽ അതിൽ ഉത്തരവാദിത്തമില്ല എന്ന തരത്തിൽ കൈ കഴുകിയിട്ട് പോകാറില്ല. ചേർത്ത് പിടിക്കും. ആ ചേർത്ത് പിടിക്കലിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ ഇന്ന് തേവലക്കരയിൽ കണ്ടത്. പക്ഷേ വലിയ വാർത്താ പ്രാധാന്യങ്ങളില്ല, ആഘോഷങ്ങളില്ല. സർക്കാരിനെ സംബന്ധിച്ച് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പ്രകീർത്തി എന്നൊരു വാക്കുപോലുമില്ല. ഇതാണ് കേരളത്തിലെ മാമാപ്രവർത്തനം. ഇത് വി.ഡി. സതീശൻ എവിടെയെങ്കിലും വീട് വയ്ക്കുകയാണെങ്കിൽ ആഘോഷപൂർവ്വം കൊണ്ടായടിയന്. കോൺഗ്രസ്സുകാരുടെ വീടായിരുന്നെങ്കിൽ എന്തോരം ആഘോഷിക്കപ്പെട്ടേനെ. ഇത് ഇടതുപക്ഷ സർക്കാർ സാധാരണക്കാരന് കൊടുത്ത വാക്ക് പാലിച്ചാൽ വാർത്തയല്ല, വാർത്തയാകരുത്. ജനം ആ നന്മയെക്കുറിച്ച് അറിയുകയും ചെയ്യരുത്, ചർച്ചയും ചെയ്യരുത്. അതുകൊണ്ട് ഒരു ചെറിയ വാർത്ത കൊടുത്തു എന്ന് വരുത്തി 1 മാസത്തോളം അല്ലെങ്കിൽ ഒരാഴ്ചയോളം ചർച്ച ചെയ്ത വിഷയത്തിൽ നടപടി ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന ഇരട്ടത്താപ്പിൻ്റെ യഥാർത്ഥ ദൃശ്യമാണത്.